ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം നേരത്തെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വലിയ തരത്തിലേക്കുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടാതെ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയോടും കൂടി തന്നെയാണ് തിരുവനന്തപുരത്തെ MG റോഡിലുള്ള ഈ HDFC ബാങ്കിൽ വീണ ടിയുടെ അക്കൗണ്ടുള്ള ഈ ബാങ്കിലേക്ക് ഇത്തരത്തിലൊരു പരിശോധന, ഒരു മിന്നൽ പരിശോധന എന്ന തരത്തിലേക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു പരിശോധന നടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ, അതായത് രാവിലെ ഒരു 10 മണിയോട് കൂടി തന്നെ ഈ സംഘം ഇങ്ങോട്ടേക്ക് എത്തി എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കാരണം ഈ വീണ തൈക്കണ്ടിയുടെ ഇത്തരത്തിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു സൂചന ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന എന്ന് നമുക്ക് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉള്ളിൽ ഈ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. എത്ര ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ഗോപാലിന് കാണാൻ സാധിച്ചോ? എപ്പോഴാണ് അവർ അകത്തേക്ക് എത്തിയത്? വീണ തൊട്ടു പിന്നാലെ എത്തുകയായിരുന്നു, അത് കാണാൻ സാധിച്ചിട്ടുണ്ടോ? വീണയും ED ഉദ്യോഗസ്ഥരും ഒന്നിച്ചാണോ എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഈ ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പായിരുന്നു. അതായത് ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാൻ കഴിയില്ല, അല്പസമയം ആയിട്ടുണ്ട് അവർ ഉള്ളിലേക്ക് കയറിയിട്ട്. തുടർന്ന് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ വിശദീകരണമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടുമില്ല. പക്ഷേ ഒരു വാഹനത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഈ അന്വേഷണം നയിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഒന്ന് സൂം ചെയ്താൽ അകത്ത് ഈ ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ ബാങ്കിലെ ജീവനക്കാരും ഉള്ളിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു തവണ വീണയെ ചോദ്യം ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ദിവസം മുഴുവൻ, അതായത് ഒരു പകൽ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വീണയുടെ അക്കൗണ്ടുള്ള HDFC ബാങ്കിൽ അവിടുത്തെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ, അതിന്റെ ക്രയവിക്രയങ്ങൾ, അക്കൗണ്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, ആ അക്കൗണ്ട് വഴി ഏതൊക്കെ രൂപ എങ്ങോട്ടേക്കൊക്കെ അയച്ചിട്ടുണ്ട്, എത്ര രൂപ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് എന്നതടക്കമുള്ള അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടും. ആ പരിശോധന ഇതിൽ ഏറെ നിർണായകമാണ് എന്നുകൂടി പറയേണ്ടതായിരിക്കുന്നു. കാരണം നേരത്തെ വീണയുടെ വിവിധ അക്കൗണ്ടുകൾ മരവിപ്പിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ തുടർച്ചയാണ്. ഈ പരിശോധന പൂർത്തിയായി വീണ്ടും ഒരിക്കൽ കൂടി വീണയെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഏകദേശം 10-15ഓളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പുറത്ത് മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. ഈ ബാങ്കിന് ചുറ്റുപാടും, അതായത് ഈ ബാങ്ക് നിൽക്കുന്ന ഹരിമോഹനിലേക്ക് പോകുന്നു. ഗോപാൽ, ഹരിമോഹൻ EDയിലെ എത്ര ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നു? ഈ ലോക്കർ തുറന്നുള്ള പരിശോധനയിലേക്ക് എത്തിയിരിക്കുന്ന എത്ര ഉദ്യോഗസ്ഥരാണ്? കൊച്ചിയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരാണല്ലോ. അതുകൂടാതെ തന്നെ വീണ എപ്പോഴാണ് അവിടേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അവർ ഒരുമിച്ചാണ് അകത്തേക്ക് കയറിപ്പോയത്? എത്ര മണിയോടെ തുടങ്ങി ഈ ലോക്കർ പരിശോധന? നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയും. സ്മൃതി, എന്തായാലും ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ HDFC ബാങ്കിന്റെ MG റോഡിലുള്ള ശാഖയിലുള്ളത്. ഇതിലൊരു സാങ്കേതികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് മരവിപ്പിച്ച അക്കൗണ്ടാണ്. അതായത് HDFCയുടെ വീണയുടെ മരവിപ്പിച്ച അക്കൗണ്ടാണ്. മരവിപ്പിച്ച അക്കൗണ്ടിന്റെ ലോക്കർ പരിശോധിക്കണമെങ്കിൽ വീണയുടെ സാന്നിധ്യം അനിവാര്യമല്ല. ആവശ്യമെങ്കിൽ അവർക്ക് അന്വേഷണ ഏജൻസിക്ക്, ED ഉദ്യോഗസ്ഥർക്ക് വീണയുടെ സാന്നിധ്യം ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷേ നിലവിൽ അത്തരത്തിൽ വീണയോട് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥർ സ്മൃതിയില്ല. വീണ HDFC ബാങ്കിന്റെ ഈ ശാഖയിൽ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. വീണയുടെ സാന്നിധ്യം അത് ആവശ്യമെങ്കിൽ മാത്രമേ ED ഉദ്യോഗസ്ഥർക്ക് വിളിക്കേണ്ടതുള്ളൂ. കാരണം അത് മരവിപ്പിച്ച അക്കൗണ്ടാണ്. ഈ അടുത്ത കാലത്ത് അത് മരവിപ്പിച്ചിരുന്നു. അതിൽ 1.5 ലക്ഷം രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിനൊരു ലോക്കർ കൂടിയുണ്ട്, ലോക്കർ സംവിധാനം കൂടിയുണ്ട് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർക്ക് EDക്ക് മനസ്സിലായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ലോക്കർ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കൂടിയെത്തിയത്. അതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ നേരത്തെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടാണ്. അവിടെ ED ഉദ്യോഗസ്ഥർ എത്തി പരിശോധന തുടങ്ങിയിരിക്കുന്നു. ED ഉദ്യോഗസ്ഥർക്കുള്ള സുരക്ഷാ സേനയുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. വീണ ടിയുടെ സാന്നിധ്യം ആവശ്യമില്ല ഫ്രീസ് ചെയ്ത അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് വീണ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്.